നമസ്കാരം ഫ്രണ്ട്സ്, ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. രാവിലെ തന്നെ എണീറ്റ് ഓഫീസിൽ പോകാൻ വേണ്ടി കുളിച്ച് റെഡിയായി. ഇന്ന് ലോണ്ടറി വെക്കേണ്ട ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ കഴുകാനുള്ള തുണിയെല്ലാം കൃത്യമായിട്ട് എഴുതി പുറത്തു കൊണ്ടുവച്ചു. നമുക്ക് തുണി കഴുകി തരുന്നതും അത് കൃത്യമായിട്ട് അയൺ ചെയ്ത് തരുന്നതും എല്ലാം കമ്പനി തന്നെയാണ്. ഗൾഫിൽ വന്നതിന് ശേഷം സാധാരണ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. പിന്നെ വല്ലപ്പോഴും ഇതുപോലെ വല്ല ഫ്രൂട്ട്സും കിട്ടുകയാണെങ്കിൽ ഇതായിരിക്കും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അതും വല്ലപ്പോഴും മാത്രം. രാവിലെ 8 മണിക്കാണ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യാറ്. എന്നാലും ഞാൻ എത്തുമ്പോഴത്തേക്ക് ഏകദേശം 8:30 കഴിയുക. അങ്ങനെ ഞാൻ റൂമിൽ നിന്നിറങ്ങി നേരെ ഓഫീസിലേക്ക് നടക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ക്യാമ്പ്. ക്യാമ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഓഫീസും. ഏകദേശം ഒരു 200 മീറ്റർ മാത്രം ദൂരം. ഈ ക്യാമ്പ് നോക്കി നടത്തുന്നതാണ് ഞങ്ങളുടെ ജോലി. ക്യാമ്പിൻ്റെ കൺസ്ട്രക്ഷൻ മുഴുവനായിട്ട് തീർന്നിട്ടില്ല. ആ കാണുന്നതാണ് ഞങ്ങളുടെ ബിൽഡിംഗ്. ഈ കാണുന്നതാണ് എൻ്റെ ഓഫീസ്. നേരെ പോയി ചെക്കിനും ചെയ്ത് സിസ്റ്റം ഓണാക്കി മെയിൽ ഓപ്പണാക്കി. മെയിൽ ത്രൂ വഴിയാണല്ലോ നമ്മുടെ ജോലിയൊക്കെ നടക്കുന്നത്. പിന്നെ രാവിലെ തന്നെ ഒരു ബ്ലാക്ക് കോഫി കുടിക്കാനാണ് പതിവ്, അതും വിത്തൗട്ട് ഷുഗർ. ഇന്ന് പതിവില്ലാത്തൊരു ഡോണട്ടും കിട്ടി രാവിലെ. പിന്നെ ഉച്ചവരെ എങ്ങനെയൊക്കെ സമയം തള്ളിപ്പോയി. അങ്ങനെ ലഞ്ചിന് ടൈം ആയപ്പോഴത്തേക്കും ഓഫീസിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ക്യാൻറ്റീനിലേക്ക് പോയി. ഓഫീസിൽ നിന്ന് ക്യാൻറ്റീനിലേക്ക് ഏകദേശം ഒരു 500 മീറ്ററിൽ കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉച്ച സമയമായതുകൊണ്ട് തന്നെ നടന്നു പോകുന്നത് ചെറിയൊരു ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗോൾഫ് കാറാണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഞങ്ങളുടെ ക്യാമ്പിലെ ഓരോ ടൈപ്പ് ബിൽഡിങ്ങുകളാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ക്യാൻറ്റീൻ എത്തി. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ക്യാൻറ്റീൻ. ചെന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ ആദ്യം കണ്ടത് ലൈവ് കുക്കിംഗ് സെക്ഷനാണ്. ഇന്നത്തെ അവിടെ സ്പെഷ്യൽ ഡിഷ് എന്ന് പറയുന്നത് ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസാണ്. പിന്നെ നോർമലി എല്ലാ ദിവസവും ഒരു 10-20 വെറൈറ്റി കറികളും ഓരോ ഡിഷസും എന്തായാലും കാണും. ഈ കാണുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഫുഡിൻ്റെ സെക്ഷനാണ്. തൊട്ടപ്പുറത്ത് തന്നെ സാലഡിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഈ കാണുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഫ്രഷ് ജ്യൂസിൻ്റെയും സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെയും സെക്ഷനാണ്. ഒപ്പം 2-3 വെറൈറ്റി ഫ്രൂട്ട്സും അതിനോട് കാണും. പിന്നെ നേരെ ഓഫീസിലേക്ക് വന്നു. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ടീ, അത് നിർബന്ധമാണ്. പിന്നെ ഓഫീസിലെ വർക്കൊക്കെ കഴിഞ്ഞ് കൃത്യം 5 മണിക്ക് തന്നെ ഞാൻ ചെക്കൗട്ട് ചെയ്തങ്ങ് ഇറങ്ങി. കാരണം റൂമിൽ പോയിട്ട് വേണം ഇനി ഫ്രഷ് ആയിട്ടൊന്ന് ജിമ്മിലേക്കൊക്കെ പോകാൻ. കാരണം ഇപ്പം മുടങ്ങാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ജിമ്മ്. അങ്ങനെ ഞാൻ റൂമിലെത്തി ഷൂസൊക്കെ ഊരി റെഡിയായി ജിമ്മിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പായി. പിന്നെ അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ഷൂസൊക്കെ ഇട്ട് ജിമ്മിലേക്ക് പോകാൻ റെഡിയായി. ഏകദേശം ഒരു 5:30 കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജിമ്മിലേക്ക് പോയി. എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ജിമ്മ്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ജിമ്മ്. ഇതാണ് മാസ്റ്റർ, ഈജിപ്ഷ്യനാണ് ആൾ. ഇതാണ് ഞങ്ങളുടെ ജിമ്മിൻ്റെ അകംവശം. വലിയ ഫെസിലിറ്റി ഒന്നും ഇല്ല, എന്നാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും വലിയ ക്യാമ്പിന് ഈ ഒരു ജിം മാത്രമല്ല ഉള്ളത്, ഇവിടെ ഒരു 5-6 ജിമ്മുണ്ട്. പിന്നെ ഞാൻ എത്തി വാമപ്പൊക്കെ ചെയ്ത് ഇന്ന് ചെസ്റ്റിനും ബാക്കിനും ആയിരുന്നു വർക്കൗട്ട്. പിന്നെ നമ്മുടെ മാസ്റ്റർ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ കാണുന്ന എൻ്റെ ജിമ്മിലെ കുറച്ച് അഭ്യാസ പ്രകടനങ്ങളാണ്. ഇതൊക്കെ തന്നെയാണ് ഡേ ഇൻ മൈ ലൈഫും ഡെയിലി റൊട്ടീനും. രാവിലെ ഓഫീസിൽ പോകുന്നു, വർക്ക് ചെയ്യുന്നു. പിന്നീട് ഉച്ചക്കത്തിൽ കഴിക്കാൻ പോകും, നേരെ ഓഫീസിലേക്ക് പിന്നെയും വർക്കിന് പോകുന്നു. വൈകിട്ട് ഓഫീസിലെ വർക്ക് കഴിഞ്ഞ ഉടനെ തന്നെ ജിമ്മിന് പോകുന്നു. ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഏകദേശം ഒരു 7 മണിയായപ്പോഴത്തേക്കും ജിമ്മിൽ നിന്ന് ഇറങ്ങി നേരെ റൂമിലേക്ക് പോയി.